إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد وإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ആദരവുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിജയത്തിന് വേണ്ടി അവതരിപ്പിച്ച ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാലിച്ച് മുത്തഖീങ്ങളായി സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും അതിന്റെ ഗൗരവത്തിൽ ഉണർത്തുന്നു തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. സത്യവിശ്വാസികളെ, ഈ സമയവും ഈ സ്ഥലവും ഈ കാലവും കടന്നുപോകും. റബ്ബിന് മുമ്പിൽ സാക്ഷ്യ പറയും. ഈ സ്ഥലം സാക്ഷ്യ പറയും, ഈ സമയം സാക്ഷി പറയും, ഈ കാലം സാക്ഷി പറയും. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, അന്ന് ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയുന്ന ദിവസം. എല്ലാം സാക്ഷിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഇവിടെ ഈ ജുമുഅക്ക് ഒരുമിച്ച് കൂടിയത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസികളെ, ഇനിയുള്ള ഒരല്പം നിമിഷം നാം നമ്മെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് എത്ര വയസ്സായി? അവരെ പറ്റി ചിന്തിച്ചു നോക്കുക. എത്ര വയസ്സായി? ഇനി എത്ര കാലം നമുക്ക് ദുനിയാവിൽ ബാക്കിയുണ്ട്? വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? നമുക്ക് ഉറപ്പുണ്ടോ? ഇനി നാം എത്ര ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് നമ്മുടെ ഖബറിലേക്ക്? വർഷങ്ങളോളം ഉണ്ടാകുമോ? അല്ല, ഈ ജുമയോട് കൂടി തീരുമോ നമ്മുടെ സമയം? നാം എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? എന്നിട്ട് നാം നമ്മോട് തന്നെ ചോദിക്കുക, അങ്ങനെ ഒരു അവസരം ഇപ്പോൾ പോകേണ്ടി വന്നാൽ എന്താണ് നാം നാളേക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? ഇപ്പോഴാണ് അല്ലാഹുവിന്റെ വിളി വരുന്നത് എന്ന് കരുതുക. എന്തുണ്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുപോകുവാൻ? നാം ഒരു യാത്രക്ക് ഒരുങ്ങി നിൽക്കുന്നവരാണല്ലോ. മഹ്ശറിലേക്കുള്ള, ഖബറിലേക്കുള്ള യാത്ര. എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? എപ്പോഴാണ് നാം മരണപ്പെടുക നമുക്കറിയില്ല. ഈ കഴിഞ്ഞ ഒക്ടോബർ 18 മൊറോക്കോയിലെ ഒരു പള്ളി നിങ്ങൾ വായിച്ചു കാണും പലരും. മൊറോക്കോയിലെ ഒരു പള്ളി, അന്ന് വെള്ളിയാഴ്ചയാണ്, ജുമാ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു യുവാവ് കുഴഞ്ഞു വീണു. അയാൾ മരിച്ചു എന്ന് കരുതി അയാൾക്ക് വേണ്ടി ഖബർ ഒരുക്കി ജനാസ കുളിപ്പിക്കുവാൻ വേണ്ടി തയ്യാറായി. പള്ളിയുടെ ഇമാമും മറ്റു ആളുകളൊക്കെ വന്നു. ആ സമയത്ത് ഇയാൾ മരിച്ചിട്ടില്ലായിരുന്നു. ഇയാൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ഇത് കണ്ടപ്പം ഭയപ്പെട്ടുകൊണ്ട് ആ ഇമാം ഹൃദയം പൊട്ടി മരിച്ചുപോയി. സംഭവമാണ് കഴിഞ്ഞ 18 നടന്നതാണ്. ഇത് ഡിസംബർ അല്ലേ, ഇതിനു മുമ്പുള്ള ഇതേ വർഷം. അങ്ങനെ ഈ യുവാവിന് വേണ്ടി തയ്യാറാക്കിയ ഖബറിൽ
മറമാടപ്പെട്ടത് ആ ഇമാമിനെയായിരുന്നു. ആ ഇമാമിനെ കുളിപ്പിക്കാൻ വന്ന ആളുകൾ കുളിപ്പിക്കേണ്ടി വന്നത് ആ ഇമാമിനെ ആയിരുന്നു. എന്തുകൊണ്ട് നമുക്കും അങ്ങനെ സംഭവിച്ചുകൂടാ? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പള്ളിയിൽ ജുമഅക്ക് വന്നിരുന്ന ഒരു യുവാവ് നവാസ് മരണപ്പെട്ടു പോയി വാഹനാപകടത്തിൽ. അയാൾക്ക് മണ്ണിനടിയിലാണ്. അള്ളാഹു മഹ്ഫറത്തും റഹ്മത്തും പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. വലിയ പ്രായമുള്ള ആളല്ല, മാസങ്ങളോളമായതേ ഉള്ളൂ അയാൾ പോയി. നമുക്ക് പരിചയമുള്ള ആളാണ്. മറ്റൊരു വിഷയം പറയുവാനായിരുന്നു ഞാനിന്ന് ഉദ്ദേശിച്ചത്. അത് കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സങ്കടം തോന്നി. നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? പക്ഷേ നമുക്ക് ആശ്വസിക്കാം. അയാളെ പറ്റി രാവിലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ആശ്വാസമുള്ളൊരു വാക്ക്, അദ്ദേഹം വിവാഹം കഴിഞ്ഞു, കുഞ്ഞുങ്ങളിൽ എല്ലാം ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷെ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു വാക്ക്, അയാൾ തൗഹീദ് ഉൾക്കൊണ്ട ആളായിരുന്നു എന്നതാണ്. നമുക്കും ആശ്വസിക്കാം, നാം തൗഹീദ് ഉൾക്കൊണ്ട ആളുകളല്ലേ. ഈ തൗഹീദിൽ നിന്ന് മാറിപ്പോകാതെ നാം സ്ഥിരതയോടുകൂടി ഇസ്ബാത്താക്കണം ഈ തൗഹീദ്. അത് നമുക്കൊരു ആശ്വാസമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സുകൊണ്ട് അത് അറിഞ്ഞ് വിശ്വസിച്ച് പറഞ്ഞ ഒരാൾ അയാൾ സ്വർഗത്തിൽ പോകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അള്ളാഹു നമ്മയും അയാളെയും ഒക്കെ അങ്ങനെ ആക്കി തീർക്കുമാറാവട്ടെ. വലിയ പ്രായമുള്ള ആളല്ലല്ലോ അയാൾ. അതുകൊണ്ട് നാം ചിന്തിക്കുക, വലിക്കുല്ലി ഉമ്മത്തിൻ അജൽ, ഓരോ സമൂഹത്തിനും ഒരു സമയമുണ്ട്, ഒരു അവധിയുണ്ട്. ഫഇദാ ജാഅ അജലുഹും, അവരുടെ സമയം എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഅഖിറൂന സാഅ, ഒരു സമയവും അവരെ പിന്തിച്ചിടുകയില്ല. സമയമായാൽ പോകട്ടെ. വലാ യസ്തഖദിമൂൻ, മുന്തിക്കുകയുമില്ല. ആ സമയമാകുന്നതിന് മുമ്പ് നാം മരണപ്പെട്ടു പോവുകയും ഇല്ല. ഏതാണോ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ആയുസ്, ആ ആയുസ് തീർന്നാൽ പിന്നെ ഒരു സെക്കൻഡ് നാം ഇല്ല. നാം പലരും ഇങ്ങനെ ആഗ്രഹിക്കും, അയാൾ സമയമെത്താതെ മരിച്ചുപോയി, അകാല ചരമം അടഞ്ഞു എന്നൊക്കെ നാം പറയും. അങ്ങനെ ആരും മരിക്കാറില്ല. സമയമെത്താതെ അയാൾ മരിക്കാറില്ല. നവാസ് അവിടെ വെച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഖദാഅാണ്. അവിടെ എത്തണമെന്നും അവിടെ മരിക്കണമെന്നും അവിടെ മറമാടപ്പെടണമെന്നും ഒക്കെ അള്ളാഹുവിന്റെ ഖദാഅാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആർക്കും സാധിക്കില്ല. നമുക്ക് ആശ്വസിക്കാം, തൗഹീദ് ഉൾക്കൊണ്ട ആളാണ് എന്നുള്ളത്. ആ നിയ്യത്തിലാണ് നാം ഒക്കെ ഈ പള്ളിയിലേക്ക് വരേണ്ടത്. അങ്ങനെ ഒന്ന് പറഞ്ഞാൽ, എന്തുണ്ട് നിന്റെ കയ്യിൽ? നാളേക്ക് വേണ്ടി നീ എന്ത് തയ്യാറാക്കി വെച്ചു എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ മഹ്ശറിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം, അള്ളാഹുവേ, നിന്റെ തൗഹീദ് ഉൾക്കൊണ്ട് മരിച്ചവരാണ് ഞാൻ എന്ന് പറയാനെങ്കിലും നമുക്ക് സാധിക്കണം. വിശ്വാസമാണ് ഏറ്റവും പ്രധാനമായത്. ആ തൗഹീദ് ഇല്ലാതെ നാം എത്ര തന്നെ അമലുകൾ ചെയ്താലും അള്ളാഹുവിന്റെ അടുത്ത് അത് സ്വീകരിക്കപ്പെടുകയില്ല. ഈമാനാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അവസാനം 3 കഷ്ണം തുണിയിൽ നമ്മെ പൊതിയും. ഇന്ന് നമ്മുടെ സുഹൃത്തുക്കൾ, അവർക്ക് നമ്മെ കാണുമ്പോൾ സങ്കടമുണ്ട്. ഇയാൾ എങ്ങനെയാണ് നാം കർമ്മം ചെയ്യുക എന്ന് സങ്കടമുണ്ട്. നമ്മുടെ മക്കൾക്ക് സങ്കടമുണ്ട്. ഭാര്യ സന്താനങ്ങൾ കരയുന്നുണ്ട്. ഒന്നുമില്ല നമുക്ക് കൊണ്ടുപോകുവാൻ, കൈമലർത്തി കൊണ്ടുപോവുകയാണ് നാം. 3 കഷ്ണം തുണിയിൽ നമ്മെ പൊതിഞ്ഞ് നാം ആരും ഇഷ്ടപ്പെടാത്ത കബറിടത്തിലേക്ക് നാം അറിയാതെ അവർ നമ്മെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ എന്തുണ്ട് നമ്മുടെ കയ്യിൽ? എന്ത് അഅ്മാലു സ്വാലിഹാത്താണ്, എന്തിന് നല്ല വിശ്വാസങ്ങളാണ്, എന്ത് പ്രവർത്തനങ്ങളാണ് നമുക്കുള്ളത്? ഒരുപാട് ആളുകൾ നമുക്കുണ്ട് എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. ആരുമില്ല നമ്മോടൊപ്പം ഖബറിലേക്ക്. നമ്മുടെ ഭാര്യ വരില്ല, നമ്മുടെ മക്കൾ വരില്ല, നമ്മുടെ സുഹൃത്തുക്കൾ വരില്ല, നമ്മുടെ സംഘടനാ നേതാക്കൾ വരില്ല, ആരും വരില്ല. ആ ഖബറിൽ നാം ഒറ്റക്ക് പോകണം. ഒരു മയ്യത്തിനെ അനുഗമിച്ച് പല ആളുകളും പോകും, പലരും പോകും. അവന്റെ കുടുംബം പോകും, അവന്റെ സ്വത്ത് പോകും, അവന്റെ അമലുകൾ പോകും. അവന്റെ കുടുംബവും അവന്റെ സ്വത്തും തിരിച്ചു വരും. അമലുകൾ മാത്രം അവിടെ ബാക്കിയാകും. അങ്ങനെ അമലുകൾ മാത്രം ബാക്കിയാകുന്ന ആ ലോകത്ത്, ആ ഖബറിൽ എന്ത് അമലാണ് നമ്മുടെ കയ്യിലുള്ളത്? ഞാൻ ചിന്തിക്കുക, നാളേക്ക് വേണ്ടി നാം എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന്. നാം ധരിക്കുന്ന വസ്ത്രം അത് നാം തന്നെ അഴിച്ചു മാറ്റുമോ, മറ്റുള്ള ആളുകൾ അതിന്റെ കൊടുക്ക്, അതിന്റെ ബട്ടൺസ് അഴിക്കുമോ എന്ന് നമുക്ക് അറിയില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിപാലിച്ചു അന്ത്യനിമിഷങ്ങളിൽ, മരണത്തോടടുത്ത സമയത്ത്
അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തങ്ങളത്തോടുകൂടി പാടുന്നുണ്ട്, കുല്ലും മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ സിറാഖി നഅലിഹി. എല്ലാ ഓരോ ആളുകളും അവന്റെ കുടുംബത്തിൽ നേരം പുലരും, നേരം വെളുക്കും, ആശ്വസിക്കും. എന്നാൽ വൽ മൗതു മരണമെന്നുള്ളത് അദ്നാ, അത് ഏറ്റവും അടുത്തിരിക്കുന്നു, മിൻ സിറാഖി നഅലിഹി, അവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ. നമ്മുടെ ചെരുപ്പിന്റെ വാറ് നമ്മുടെ കാലിനോട് എത്രയാണോ അടുത്തിരിക്കുന്നത് അതിനേക്കാൾ അടുത്ത് മരണം നമ്മോടൊപ്പമുണ്ട്. നാം വിളിക്കാതെ ആ മരണം നമ്മോടൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ. അത് രാത്രിയാകാം, പകലാകാം, ഏത് സമയത്തുമാകാം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ അന്ത്യയാമങ്ങൾ അനുസരിച്ച് എഴുന്നേറ്റ് അല്ലാഹുവിനെ നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും. എന്നൊരു പ്രാർത്ഥനയുണ്ട്, വബഅദകൽ ഹഖ്, അല്ലാഹുവേ നിന്റെ വാഗ്ദാനം അത് ഹഖാണ്, യാഥാർത്ഥ്യമാണ്. വഖൗലുകൽ ഹഖ്, നിന്റെ വാക്ക്, നീ പറഞ്ഞ വാക്ക് ഖൗല് അത് ഹഖാണ്. വലിഖാഉക ഹഖ്, നിന്നെ കണ്ടുമുട്ടും എന്നുള്ളത് അത് ഹഖാണ്. വൽ ജന്നതു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ, സ്വർഗ്ഗവും നരകവും അത് ഉള്ളത് തന്നെയാണ്, ഹഖ് തന്നെയാണ്. വസ്സാഅതു ഹഖ്, അന്ത്യദിനം അതും ഹഖായിട്ടുള്ളത്. ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നാളേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വല്ലതും നമ്മുടെ കയ്യിലുണ്ടാകും. നമ്മുടെ നാം യാത്രയ്ക്ക് ഒരുങ്ങിയാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഭയപ്പെട്ടുകൊണ്ട് പറയുന്നത്, അല്ലാഹ് നിന്റെ വിചാരണ അത് ഉള്ളത് തന്നെയാണ്, സ്വർഗവും നരകവും അത് ഉള്ളത് തന്നെയാണ്, നിന്റെ വാഗ്ദാനം അത് നിറവേറ്റപ്പെടുന്നത് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ, ജീവിതത്തിൽ നാം ഏതറ്റം വരെ പോയാലും, എത്ര യാത്ര ചെയ്താലും, എവിടേക്ക് പോയാലും അവസാനം ചെന്നെത്തുന്നത് മരണത്തിലേക്കാണ്. നാം എത്ര ദൂരം പോയാലും, എത്ര അകലെ പോയാലും നാം അവസാനം ചെന്നെത്തുന്നത് മരണത്തിലേക്ക് തന്നെയാണ്. വിശ്വാസികളെ, ജുമ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ, ജുമക്ക് പ്രത്യേകം സുന്നത്തുള്ള കാര്യമൊന്നുമല്ല, ഖബർസ്ഥാനിൽ ഒന്ന് പോയി നോക്കുക. നമ്മുടെ നാടുകളിലെ ഖബർസ്ഥാനില്ല, അവിടെ ഒന്ന് പോയി നോക്കുക. നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക, അത് നിങ്ങൾക്ക് പരലോക ജീവിതത്തെ ഓർമ്മപ്പെടുത്തി തരുന്ന. നാം പലപ്പോഴും അത് സന്ദർശിക്കാറില്ല. ആ ഖബറിൽ ചെറിയ പ്രായം മുതൽ മാതാവിന്റെ വയറ്റിൽ നിന്ന് മരിച്ച കുഞ്ഞുങ്ങൾ മുതൽ വയോവൃദ്ധരായവർ വരെ ആരും ഇത്ര വയസ്സിന് മുകളിലേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് ഒരു മൈതാനിയിലും എഴുതി വെച്ചിട്ടില്ല. വൃദ്ധന്മാർക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം. നാം ഒരു സ്കൂളിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു പരിധിയുണ്ട്, ഇത്ര വയസ്സിലേ ചേർക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു സർക്കാർ ജോലി കിട്ടണമെങ്കിൽ അതിന് പ്രായപരിധിയുണ്ട്, അത്ര വയസ്സാകണം, അതിനേക്കാൾ കൂടുതലായാൽ ലഭിക്കില്ല, ഇത്ര വയസ്സാൽ തിരിഞ്ഞു പോകണമെന്ന്. എന്നാൽ ഖബർസ്ഥാനിൽ എവിടെയെങ്കിലും അങ്ങനത്തെ ഒരു നിയമമുണ്ട്, ഇവിടെ ചെറിയ പ്രായക്കാർക്ക് വരാൻ സാധിക്കില്ല, വൃദ്ധന്മാർക്ക് മാത്രമാണ് ഇവിടെ പ്രവേശം എന്നുണ്ടോ? ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ചും യുവാക്കളായ ആളുകൾ, മരണവാർത്ത എപ്പോഴും നാം കേൾക്കുന്ന, ആക്സിഡന്റുകൾ നാം എപ്പോഴും കേൾക്കും. നാം ജാഗ്രതരാകുക, അല്ലാഹുവിൽ തവക്കുലാക്കുന്നതോടൊപ്പം ഈ ആക്സിഡന്റുകളിൽ കൂടുതലും മരണപ്പെടുന്നത് ആരാണ്? വൃദ്ധന്മാരല്ല, കുറെ വയസ്സായകളല്ല ആക്സിഡന്റുകളിൽ കൂടുതൽ മരണപ്പെടുന്നത്. അല്ലാഹു നമ്മുടെ യുവാക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നാം ജാഗ്രതരാകുക, അല്ലാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, തൗഹീദിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പോകുക. വിശ്വാസികൾ നാം ഖബർ സന്ദർശിക്കുക. അപ്പോൾ നമുക്ക് മരണത്തെ പറ്റി ഓർമ്മയാകും. എല്ലാ ദിവസവും ഖബർ സന്ദർശിക്കാം, അതിനൊരു പ്രത്യേക ദിവസമില്ല. ഇന്ന ദിവസമാണ് ഖബർ സന്ദർശിക്കേണ്ടത് എന്ന് പ്രത്യേക ദിവസമില്ല. ആ പള്ളിക്കാട്ടിൽ നാം പോകുമ്പോൾ ആ മൈലാജി ചെടികൾക്ക് കീഴിൽ എടുക്കുന്നത് നമ്മുടെ ബാപ്പയാണ്, നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ സഹോദരങ്ങൾ പലരുമുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ കുറെ ആളുകളുണ്ട്. ചിന്തിച്ചു നോക്കാം അവിടെ പറ്റി, എന്റെ ഈ ഖബർസ്ഥാനിൽ എന്റെ സ്ഥാനം എവിടെയായിരിക്കും? ഒരു മൈതാനി കണ്ട് നാം ചിന്തിച്ചു നോക്കും, ഈ ഖബർസ്ഥാനിൽ എവിടെയാണ് എന്നെ മറവ് ചെയ്യുക? ഒരു നിമിഷം നാം അതിനെപ്പറ്റി ചിന്തിച്ചാൽ തീർച്ചയായും നമുക്ക് ആഖിറത്തിന്റെ ബോധമുണ്ടാവുകയും ആഖിറത്തിലേക്ക് പോകുമ്പോൾ വല്ലതും കയ്യിൽ പിടിക്കണമെന്നൊരു ബോധം നമുക്കുണ്ടാവുകയും ചെയ്യും. അള്ളാഹു ചോദിക്കുന്നില്ലേ, എന്താണ് നാളേക്ക് വേണ്ടി
നാളേക്ക് വേണ്ടി എന്താണ് നീ തയ്യാറാക്കി വെച്ചത് എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ അതിനൊരു മറുപടി പറയേണ്ടതാണ്. അതുകൊണ്ട് ഖബർ സിയാറത്ത് നാം പാലിക്കുക, ആ സുന്നത്ത് നാം പാലിക്കുക. ഖബറുകളൊക്കെയും നമുക്കുള്ള താക്കീതാണ്. ഓരോ ഖബറും നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. ഓരോ ഖബറിടത്തിൽ പോയി നാം സലാം ചൊല്ലുന്നില്ല. എന്താണ് നാം പറയുന്നത്? താമസം വിനാ നിങ്ങളോടൊപ്പം ഞാനും നിങ്ങളോടൊപ്പം ചേരുന്ന നാം സലാം പറഞ്ഞില്ല. ഖബറിനടുത്ത് അസ്സലാമു അലൈക്കും ദാറഖൗമിൻ വ ഇന്നാ ഇൻഷാ അല്ലാഹ് ബിക്കും ലാഹിഖൂൻ, ഞങ്ങളും അങ്ങോട്ട് വരുന്നുണ്ട് എന്ന്. അതിന്റെ അർത്ഥം അറിഞ്ഞ ആശയം ഉൾക്കൊണ്ടാണ് നാം പറഞ്ഞതെങ്കിൽ ആ ഖബറാളിയോട് നാം പറഞ്ഞത് എന്താണ്? ഞാനും അങ്ങോട്ട് വരുന്നുണ്ട് എന്നാണ്. ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ ആ ഖബറുകൾ നമുക്കൊരു പാഠമാണ്. ഒരുപാട് ഖുതുബകൾ, ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കണമെന്നില്ല. ഖബറിന്റെ അരികിൽ പോയി നിന്ന് നാം ഒന്ന് ഒറ്റയ്ക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. ദിവസവും എത്രയോ മരണവാർത്തകൾ നാം കേട്ടിട്ടുണ്ട്. ഇന്നലകളിൽ മറ്റാരുടെയോ മരണവാർത്ത കേട്ടവരാണ് നാം. നാളെ നാം മരിച്ച വാർത്തയായിരിക്കും മറ്റുള്ളവർ പറയുക. ഇന്നയാൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന്. ആ മൊറോക്കോയിലെ പള്ളിയുടെ ഇമാമിനൊന്ന് ചിന്തിച്ചു നോക്കുന്നത്. അയാളെന്ന് മരിക്കുമെന്ന് ധരിച്ചിട്ടുണ്ടാകുമോ? മറ്റൊരാളുടെ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുവാൻ പോയ ആളാണ്. ആ രോഗി മരിച്ചു എന്ന് കരുതിയ ആളല്ല അവിടെ മരിച്ചത്. പെട്ടെന്നാണ് മരണം നമ്മോടൊപ്പം നമ്മെ പിടിച്ചു കൊണ്ടുപോകുക. അതുകൊണ്ട് വിശ്വാസികളായ നാം ഓരോരുത്തരും ആവർത്തിച്ച് നാം സ്വന്തത്തോട് ചോദിക്കുക, എന്തുണ്ട് എന്റെ കയ്യിൽ? നിസ്കാരമുണ്ടോ? സകാത്തുണ്ടോ? നോമ്പുണ്ടോ? സൽക്കർമ്മമുണ്ടോ? സൽസ്വഭാവമുണ്ടോ? മീസാനിൽ ഏറ്റവും കൂടുതൽ തോന്നുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്വഭാവം, നമ്മുടെ കൾച്ചർ. സൽസ്വഭാവമുണ്ട്, എല്ലാം ഉണ്ട്. അവന്റെ സ്വഭാവം വളരെ മോശമാണെങ്കിൽ വളരെ പരിതാപകരമാണ് നമ്മുടെ അവസ്ഥ. അങ്ങനെ നാം മരിക്കുമ്പോൾ സമാധാനത്തിന്റെ മലക്ക്, റഹ്മത്തിന്റെ മലക്കുകൾ വന്നുകൊണ്ട് നമ്മോട് പറയണം, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അങ്ങനെയുള്ള മരണം തന്ന അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. രണ്ട് വിധത്തിൽ മലക്കുകൾ വരും. സാന്ത്വനമായി വരും മലക്കുകൾ മരണവെപ്രാളത്തിന്റെ വേളയിൽ എന്ന് പറയും, യാ അയ്യുഹൽ മുത്മഇന്ന, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് നീ തൃപ്തിപ്പെട്ടവനായി തൃപ്തിയോടുകൂടി പോവുക. അള്ളാഹ് നിന്റെ തൃപ്തിയാണ്, നീ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ഇബാദുകളോടൊപ്പം, എന്റെ അടിമകളോടൊപ്പം നീ ചേരുക, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നീ ചേരുക എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കണം. അങ്ങനെ മരിക്കണമെങ്കിൽ എന്തെങ്കിലും നാം സമ്പാദിച്ചു വെക്കണം. ആഖിറത്തിന് വേണ്ടി വല്ലതും നമ്മുടെ കയ്യിലുണ്ട്. അള്ളാഹു നാളേക്ക് വേണ്ടി നീ എന്താണ് തയ്യാറാക്കി വെച്ചത് എന്ന് ഓരോ ആളുകളും ചിന്തിച്ചു നോക്കട്ടെ. അള്ളാഹു ആ മരണസമയത്ത് സാധുമായി പോകുന്ന, കാണ്ഡവുമായി പോകുന്ന നല്ല മുത്തഖീങ്ങളിൽ മുഅ്മിനീൻ ഉൾപ്പെടുത്തി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, ഒരു കൂട്ടം ആളുകൾ وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد. മരണം അതിന്റെ വെപ്രാളവും കൊണ്ട് യാഥാർത്ഥ്യമായി നിന്റെ മുന്നിലേക്ക് വന്നാൽ, മരണം യാഥാർത്ഥ്യമാണ്, അതിന്റെ സക്രാത്തിലേക്ക് വന്നാൽ അപ്പോഴാണ് നീ ചിന്തിക്കുക, എന്താണ് നാട്? لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. അവനോട് പറയപ്പെടും, لقد كنت في غفلة من هذا, ഇങ്ങനെ മരിക്കുമെന്ന്, ശവമഞ്ചത്തിൽ നിന്നെ കൊണ്ടുപോകുമെന്ന്, മറമാടുമെന്നുള്ള കാര്യം നീ അശ്രദ്ധനായിരുന്നു. لقد كنت في غفلة, നിനക്ക് ശ്രദ്ധയില്ലായിരുന്നു, ഇപ്പൊ നിനക്ക് ശ്രദ്ധ വന്നു. ഫബസറുകൽ യൗമ, ഇന്ന് നിന്റെ മൂടുപടം, നിന്റെ മൂടി അത് നീക്കിയിരിക്കുന്നു. ഫബസറുകൽ യൗമ ഹദീദ്, ഇന്ന് നിന്റെ കാഴ്ചക്ക് നല്ല മൂർച്ചയുണ്ട്. അന്ന് അവൻ കാണും, അവനെ കൊണ്ടുപോകുന്ന രംഗം അവൻ കാണും. നല്ല മയ്യത്തുകളാണെങ്കിൽ പറയും, കത്തിമൂലി കത്തിമൂലി, എന്നെ വേഗം കൊണ്ടുപോകൂ കൊണ്ടുപോകൂ എന്ന് പറയും. ഇല്ലാത്ത മയ്യത്തുകൾ പറയും, യാ വൈലതന യാ വൈലതഹ, എന്തൊരു നാശമാണ്, എങ്ങോട്ടാണ്, അയിന തദ്ഹബൂൻ, എങ്ങോട്ടാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കും.
അപ്പോൾ അവനോട് പറയുന്ന വാക്കാണ് ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. ഇന്ന് നിന്റെ കാഴ്ചക്ക് നല്ല അവൻ കാണും, അവന്റെ പ്രാണപ്പെടും. ആ ശബ്ദം എല്ലാവരും കേൾക്കും, മനുഷ്യരല്ലാത്ത മൃഗങ്ങളൊക്കെ കേൾക്കുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു. മനുഷ്യർ അത് കേട്ടിരുന്നുവെങ്കിൽ അവൻ ബോധരഹിതനായി നിലംപതിച്ചു പോകുമായിരുന്നു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാം തയ്യാറാക്കി വെക്കുക നാളത്തേക്ക് വേണ്ടി എന്താണ് നമ്മുടെ കയ്യിൽ ഉള്ളത് എന്ന്. അവിടെ അമലുകൾ മാത്രമാണ്, വേറെ ഒന്നുമില്ല. അമൽ സാലിഹാത്ത് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ആദ്യം നാം തൗഹീദുള്ള നല്ല വിശ്വാസികളായി തീരണം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിബല. അല്ലാഹു വമൻ കാന യർജു ആയത്തിന ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമുള്ളവർ അവൻ ശിർക്കില്ലാത്ത കലർപ്പില്ലാത്ത സാലിഹുൽ അമാലാത്തുകൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊള്ളട്ടെ എന്ന്. ഇന്ന് നാം ഓതേണ്ട സൂറത്തായിരുന്നു. ആ സൂറത്തിന്റെ അവസാനം അള്ളാഹുവിന്റെ ലിഖാഅ് നാം കൊതിക്കുന്നില്ലേ? സന്തോഷത്തോടുകൂടി അള്ളാഹു നമ്മെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ ശിർക്കില്ലാത്ത കലർപ്പില്ലാത്ത സാലിഹായ അമലുകൾ ചെയ്ത് ആ സാധുമായി പോവുക. എന്തുണ്ട് നാളേക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചതെന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് തൗഹീദുണ്ട്, ഇന്ന സൽക്കർമ്മങ്ങളുണ്ട് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആ സഹോദരന് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു സമാധാനവും ക്ഷമയും അതിനേക്കാൾ ഉത്തമമായതും പകരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുനിയാവിന്റെ നാനാഭാഗങ്ങളിൽ യാതന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മുവഹ്ഹിദുകൾക്കും അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات آمين برحمتك يا أرحم الراحمين.